ഇതിപ്പോൾ ഞാൻ സാധാരണക്കാർക്ക് വളരെ ലളിതമായിട്ട് വീട്ടിൽ കെപ്പി ഒരു ഹോബി പോലെയൊക്കെ തുടങ്ങി വെക്കാവുന്നുള്ളൊരു ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതേപോലത്തെ ഒരു വട്ടൊക്കെ കിട്ടും നമുക്ക് 100-110 രൂപ ഹോൾസെയിൽ റേറ്റ് ഉള്ളൂ. കളർ തന്നെ വേണമെന്നില്ല. നമുക്ക് ഇതുപോലെ ഈ ചെടി നമ്മുടെ ഇവിടെ ധാരാളമായിട്ട് കാണും. ഇത്തരം ചെടികൾ ഇതേപോലെ വെള്ളത്തിലും കരയിലും ഉണ്ടാവുന്ന ചെടികൾ ധാരാളമുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലും വളർത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് മുങ്ങിയിട്ടല്ല കേട്ടോ. അപ്പോൾ അതിന്റെ ഇതേപോലത്തെ ഒരു വേരുള്ള ഭാഗം നമ്മൾ അടർത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് കഴുകുക. അതിന് നമുക്കൊരു ചെറിയ ബോട്ടിലാക്കുക. ആ ബോട്ടിൽ നമ്മൾ ഇഷ്ടിക ഓട്ടും കഷ്ടം പോലത്തെ മെറ്റലിടരുത്, ഇഷ്ടിക ഓട്ടും കഷ്ടം പോലത്തെ ഇടുക. എന്നിട്ട് ഇതിലിപ്പോൾ നമുക്ക് ഓൾറെഡി വെള്ളം പിടിച്ചു വെച്ച വെള്ളമാണ്. 2 ദിവസത്തോളം ഇങ്ങനെ പിടിച്ചു വെച്ചാണ്. പൂപ്പലാണ് അതിൻ്റെ അടിയിൽ കാണുന്നത്, അഴുക്കല്ല. പിടിച്ചു വെച്ച വെള്ളമാണ്. കാരണം നമുക്ക് അതിന്റെ ടെമ്പറേച്ചറും pH ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളിങ്ങനെ പിടിച്ചു വെച്ച വെള്ളത്തിലാണ് ഇടുക. നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. ഇതൊരു ഞവണിക്കയാണ്. ഈ ഞവണിക്ക് നമ്മൾ എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ്. ഞവണിക്ക് ഇടുന്നതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടല്ല, ഞവണിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ അതിന്റെ അടിയിലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് പോകും. ഇത് കൊടവന്റെ ഇലയാണ്. കൊടവൻ ഞാൻ ഇതേപോലെ തന്നെ വെള്ളത്തിലിട്ട് പരീക്ഷിച്ചാണ്. നല്ല ഭംഗിയാണ്. കുറച്ച് വളർന്നു കഴിഞ്ഞാൽ മുകളിൽ ആകെ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ വീട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്നതാണ് മണി പ്ലാന്റ്. മണി പ്ലാന്റ് ഒരു വേരുള്ള കഷ്ണം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിന്റെയൊക്കെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീനുകൾക്ക് ഈ മുകളിൽ ചെടിയൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ തണല്, സ്ട്രെസ് കുറയും. കുഞ്ഞുങ്ങൾക്ക് ഓടി കളിക്കാനും ഒളിച്ചിരിക്കാനൊക്കെ നല്ലൊരു ഇതായിട്ട് വരും. കാണുമ്പോഴും നല്ലൊരു ഭംഗിയായിരിക്കും നമുക്ക്. അപ്പൊ നമ്മൾ ഇതേപോലെ വെക്കുക. തുടക്കത്തിൽ ഭംഗി നോക്കണ്ട, പിന്നീട് ഇതൊക്കെ വളർന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ, ചെറുതാണെങ്കിലും. ഞാനിപ്പോൾ വളരെ ചെറിയ സെറ്റപ്പാണ് കാണിക്കുന്നത്. നമുക്കിത് ഫ്രിഡ്ജ് ബോക്സിലൊക്കെ വളർത്താം, വലിയ ടാങ്കുകൾ വളർത്താം. ഇതിപ്പോൾ വളരെ ലളിതമായിട്ട് കുട്ടികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു നിർബന്ധമില്ല. നമുക്കിവിടെ കിട്ടുന്ന ചെടി വേറെ ചെടികളൊക്കെ ഉണ്ട്. ഇതിപ്പം എന്റെ കയ്യിലുള്ള ഗപ്പി കുഞ്ഞുങ്ങളെ ഇറക്കാൻ പോവുകയാണ്. ഇത് എന്റെ കയ്യിലുള്ളതാണ്. പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ എന്നാണ് ഇതിന്റെ പേര്. അത്യാവശ്യം നല്ല ഒരു വിലയുള്ളതും നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ്. നമ്മൾ ഇതിന് വെള്ളത്തിലേക്ക് പതുക്കെ ഇറക്കി വിടുകയാണ്. കാരണം ഈ വെള്ളം എന്റെ ടാങ്കിൽ തന്നെ മീൻ തന്നെയായതുകൊണ്ട് ഇതിന്റെ വെള്ളത്തിന്റെ ടെമ്പറേച്ചറും pH ഒക്കെ ഏറെക്കുറെ ഒരേ ഒന്നാണ്. നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന കെപ്പിക്കുഞ്ഞാണെങ്കിൽ കുറച്ചു നേരം വെള്ളത്തിൽ ആ കവറൊക്കെ മുക്കിയിട്ടതിന് സെറ്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇറക്കി വിടാൻ പാടുള്ളൂ. ഇതിപ്പോ അങ്ങനെ കുഴപ്പമില്ല. നോക്കൂ, ഇതിപ്പോ അവര് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഇവരുടെ ഇത്തിരി നല്ല രീതിയിൽ തന്നെ ഇതിപ്പോ പെട്ടെന്ന് ഇട്ടതിന്റെ ഒരു ഇതിലാണ് അവരുടെ ആ ഒരു മൂവ്മെന്റ് ഒക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, അരഭാഗം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കാരണം പുതിയതായിട്ടിരുന്ന ടാങ്കിലേക്ക് പെട്ടെന്ന് മീനുകൾ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നീട് ഉള്ള ദിവസങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് പതുക്കെ വെള്ളം കൂട്ടി കൊടുക്കുക. ചെടി ഒരിക്കലും പൂർണ്ണമായിട്ട് മുങ്ങിക്കിടക്കരുത്. ഓക്കെ, ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു സജഷൻ എന്ന് വെച്ചാൽ ചെറിയ മോട്ടർ വേണമെങ്കിൽ 100-110 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ അക്വറിയം കടയിൽ നിന്ന് ഒരു മോട്ടർ കിട്ടും. നമുക്ക് വേണമെങ്കിൽ അത് വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതൊരു ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലതാണ് ഗപ്പികൾക്ക് പൊതുവായിട്ട്. പിന്നെ ഇതിന് ഇനി കൊടുക്കേണ്ട തീറ്റകൾ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ വരും എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.